നമസ്കാരം. 2025 ജൂൺ 12-ന് അഹമ്മദാബാദിൽ സംഭവിച്ച ആ എയർ ഇന്ത്യ ദുരന്തം, അതിനെപ്പറ്റി നിങ്ങൾ തന്ന റിപ്പോർട്ടുകൾ ഞാൻ നോക്കുകയായിരുന്നു. അതെ, ലണ്ടനിലേക്ക് പോയ ബോയിംഗ് 787 ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം തകർന്നു വീണു. 265-ൽ അധികം പേര്. ശരിക്കും ഒരു വലിയ ദുരന്തം. വളരെ ദാരുണമായ സംഭവം. പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്നാലും നമുക്ക് കിട്ടിയ ഈ വിവരങ്ങൾ വെച്ച് എന്തായിരിക്കാം സംഭവിച്ചത്, ഇതിലെ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം, അല്ലേ? തീർച്ചയായും. ലഭ്യമായ വിവരങ്ങൾ വെച്ച് നമുക്ക് നോക്കാം. അപ്പോ ആദ്യം സംഭവിച്ചത് എന്താണെന്ന് പെട്ടെന്നൊന്ന് ഓർക്കാം. ഉച്ചയ്ക്ക് 1:38-ന് അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. അതെ. വെറും 2 മിനിറ്റ് 1:40 ആയപ്പോഴേക്കും തൊട്ടടുത്തുള്ള മേഘാനി നഗറിലെ ഒരു ജനവാസ ഏരിയയിലേക്ക് അങ്ങോട്ട് തകർന്നു വീണു. ഒരു തീഗോളമായിട്ടാണ് പതിച്ചത്. വിമാനത്തിൽ 241 പേരുണ്ടായിരുന്നു, യാത്രക്കാരും ജീവനക്കാരും. താഴെയുണ്ടായിരുന്ന 29 പേരും മരിച്ചു. അതിൽ കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസും ഉണ്ടായിരുന്നുവെന്ന് കേട്ടു. ശരിയാണ്. വളരെ ദാരുണമായിപ്പോയി. നിലത്തുണ്ടായിരുന്നവരും അപകടത്തിൽ വിട്ടു. ആകെ ഒരു ആശ്വാസമെന്ന് പറയാൻ ആ ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്. അതെ, അത് നിർണായകമാണ്. അതിലെ വിവരങ്ങൾ വന്നാൽ മാത്രമേ ശരിക്കും എന്താണ് കാര്യമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ വെച്ച് എന്തുകൊണ്ടിത് സംഭവിച്ചു, അതാണ് ചോദ്യം. പല സാധ്യതകളും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പ്രധാനമായും സാങ്കേതിക തകരാറുകൾ, അതിൽ തന്നെ എഞ്ചിൻ പ്രശ്നം. അതെ. പിന്നെ മനുഷ്യപ്പിഴവ് പറ്റിയോ എന്നുള്ള സംശയം. പക്ഷിയിടിച്ചതാണോ, അല്ലെങ്കിൽ അട്ടിമറി സാധ്യതയും ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതിന് കാര്യമായ സൂചനകളൊന്നും ഇപ്പോഴില്ല. ഈ എഞ്ചിൻ തകരാർ, അതാണോ കൂടുതൽ സാധ്യത? പല റിപ്പോർട്ടുകളും അതിലേക്കാണല്ലോ വിരൽ ചൂണ്ടുന്നത്. ഒരു പ്രധാന സാധ്യത അതാണ്. കാരണം ടേക്ക് ഓഫിന് തൊട്ടുപിറകെ 2 എഞ്ചിനുകൾക്കും ഒരുമിച്ച് പവർ നഷ്ടപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ് സൂചനകൾ വരുന്നത്. 2 എഞ്ചിനും ഒരുമിച്ച്? അതെ. അപ്പോ ഈ ബോയിംഗ് 787 എന്ന് പറയുമ്പോൾ ഏകദേശം 200 ടണ്ണിൽ കൂടുതൽ ഭാരമുണ്ട്. ശരിയാണ്. അത്രയും ഭാരമുള്ള വിമാനം വെറും ഒരു 400 അടി മാത്രം ഉയരത്തിൽ, അവിടെ വെച്ച് 2 എഞ്ചിനും ഒരുമിച്ച് പണിമുടക്കിയാൽ അയ്യോ, പിന്നെ പൈലറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും താഴ്ന്ന ഉയരത്തിൽ നിയന്ത്രണം കിട്ടില്ല. ഗ്ലൈഡ് ചെയ്യാൻ പോലും ഉയരം വേണ്ടേ? ഇതിനോട് ചേർത്ത് നിങ്ങൾ തന്ന റിപ്പോർട്ടിൽ ഒന്നുണ്ടായിരുന്നു, ഈ വിമാനത്തിന് മുമ്പും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ശരിയാണ്. അതിന്റെ സർവീസ് ഹിസ്റ്ററി നോക്കുമ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ഇതേ വിമാനത്തിൽ പുക കണ്ടതായി ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പും ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറ്റകുറ്റപ്പണിയിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയോ എന്നതും ഒരു പ്രധാന സംശയമാണ്. ടേക്ക് ഓഫിന് ശേഷം പൈലറ്റ് ഒരു മെയ്ഡേ സന്ദേശം അയക്കാൻ നോക്കിയെന്നും, പക്ഷേ അത് എയർ ട്രാഫിക് കൺട്രോളിന് ATC കിട്ടിയില്ല എന്നും പറയുന്നുണ്ടല്ലോ. അതെ, അതും ഈ സാങ്കേതിക തകരാറെന്ന സംശയത്തിന് ബലം നൽകുന്നുണ്ട്. മെയ്ഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. അതെ. ആ സന്ദേശം പോലും ശരിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഫെയിലിയർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫെയിലിയർ അതും സംഭവിച്ചിരിക്കാം. ശരി. അപ്പോൾ സാങ്കേതിക പ്രശ്നം ഒരു വലിയ സാധ്യതയാണ്. സാധ്യതയുണ്ട്, പക്ഷേ മറ്റു കാര്യങ്ങളും നമ്മൾ തള്ളിക്കളയരുത്. അതെ. ഈ പൈലറ്റുമാർ തന്നെ പറയുന്ന മറ്റൊരു കാര്യം മനുഷ്യപ്പിഴവ്. അരിന്ദം ദത്തയെ പോലുള്ളവർ പറയുന്നത്, ടേക്ക് ഓഫിന് ശേഷം ലാൻഡിംഗ് ഗിയർ സാധാരണ ഉള്ളിലേക്ക് വലിക്കുമല്ലോ, അതിനു പകരം ശ്രദ്ധ തെറ്റി ഫ്ലാപ്സ് ഉള്ളിലേക്ക് വലിച്ചിരിക്കാമെന്ന്. അതെ, അങ്ങനെയൊരു സാധ്യതയും പറയുന്നുണ്ട്. ഈ ഫ്ലാപ്സ് എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് ശരിക്കും? ഫ്ലാപ്സ് അത് ചിറകിന്റെ ഭാഗമാണ്. വിമാനം പതുക്കെ പറക്കുമ്പോൾ, അതായത് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും കൂടുതൽ ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണത്. മനസ്സിലായി. അപ്പോ ടേക്ക് ഓഫിന് ശേഷം ഒരു നിശ്ചിത വേഗതയും ഉയരവും എത്തിയ ശേഷമാണ് അത് സാധാരണ ഉള്ളിലേക്ക് വലിക്കുക. അതിനു മുൻപേ വലിച്ചാൽ ലിഫ്റ്റ് പോകും, അല്ലേ? അതെ, ലിഫ്റ്റ് പെട്ടെന്ന് കുറയും, വിമാനം താഴേക്ക് വരാൻ തുടങ്ങും. അത്രയും താഴ്ന്ന ഉയരത്തിൽ അത് സംഭവിച്ചാൽ അപകടമാണ്. പക്ഷേ ക്യാപ്റ്റൻ അഷ്റഖ് ഷേഖിനെ പോലുള്ള മറ്റു ചില പൈലറ്റുമാർ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ടല്ലോ. ഇതത്ര സിമ്പിളല്ല, മനുഷ്യപ്പിഴവ് മാത്രമായിരിക്കില്ല എന്നൊക്കെ. ശരിയാണ്. കാരണം പരിചയസമ്പന്നനായ ഒരു പൈലറ്റ്, പ്രത്യേകിച്ച് ടേക്ക് ഓഫ് എന്ന ആ നിർണായക ഘട്ടത്തിൽ അങ്ങനെയൊരു പിഴവ് വരുത്താനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൂടെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോ മറ്റു സാധ്യതകളെന്ന് പറയുമ്പോൾ, ഒന്ന്, ഈ പക്ഷിയിടിച്ചത്, ബേർഡ് സ്ട്രൈക്ക്. ടേക്ക് ഓഫിന്റെ സമയത്ത് താഴ്ന്നു പറക്കുമ്പോൾ വലിയ പക്ഷികളോ മറ്റോ വന്ന് എഞ്ചിനിലിടിക്കാം.
അതും ഒരു സാധ്യതയാണ്. അങ്ങനെ സംഭവിച്ചാലും എഞ്ചിൻ പവർ പെട്ടെന്ന് നഷ്ടപ്പെടാം. രണ്ട് എഞ്ചിനിലും ഒരേ സമയം ഇടിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും അതും പരിശോധിക്കുന്നുണ്ട്. നമ്മളെ ഇന്ത്യയിലെ പഴയ വിമാനാപകടങ്ങൾ നോക്കിയാൽ നിങ്ങൾ തന്നെ റിപ്പോർട്ടിൽ പറയുന്ന പോലെ 1996 ചർക്കി ദാദ്രി കൂട്ടിയിടി, അതെ, പിന്നെ 2010 മംഗലാപുരം അപകടം, 1988 ഇതേ അഹമ്മദാബാദിൽ വേറൊരു അപകടം നടന്നിട്ടുണ്ട്. ശരിയാണ്. ഇതിലൊക്കെ ഒന്നുകിൽ ടെക്നിക്കൽ പ്രശ്നം അല്ലെങ്കിൽ ഹ്യൂമൻ എറർ. ഇതൊക്കെ തന്നെയായിരുന്നു പ്രധാന കാരണങ്ങൾ. അപ്പോ ഇപ്പോഴത്തെ നിഗമനങ്ങളും ഏതാണ്ട് ആ വഴിക്കാണ് പോകുന്നതല്ലേ? അതെ, നിലവിലെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻജിൻ തകരാറും ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട മെയിന്റനൻസ് പ്രശ്നങ്ങളും അതാണിപ്പോൾ കൂടുതൽ സംശയിക്കുന്നത്. പക്ഷെ ഉറപ്പിക്കാറായിട്ടില്ല. ഉറപ്പിക്കണമെങ്കിലോ? ആ ബ്ലാക്ക് ബോക്സ് ഡേറ്റ കിട്ടണം. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ CVR, ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ FDR. അത് രണ്ടും വിശദമായി പരിശോധിച്ചാലേ ശരിക്കുള്ള ചിത്രം കിട്ടൂ. അപ്പോ ഈ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇത്തരം വലിയ ദുരന്തങ്ങൾക്ക് പിന്നിൽ ഒറ്റ കാരണം കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. പല കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ്. അതെ, ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ആയിരിക്കും മിക്കവാറും. ഇവിടെ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ബോയിംഗ് 787 പോലെയുള്ള അത്യാധുനിക വിമാനങ്ങളിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ, ടെക്നിക്കലായാലും ഒരുപക്ഷെ മനുഷ്യപ്പിഴവായാലും, ഇപ്പോഴും സംഭവിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഒരുപക്ഷെ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പോലെ സാങ്കേതികവിദ്യയ്ക്ക് അതിൻ്റേതായ പരിമിതികളുണ്ടെന്നോ, അതോ ആ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നതിലെ നമ്മുടെ ശ്രദ്ധക്കുറവിനെക്കുറിച്ചോ നിങ്ങൾക്കും ഇതൊന്ന് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.